ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാടൻ മീൻ കറിയായിട്ടാണ്. ഞങ്ങൾക്ക് കിട്ടിയ മീൻ കിളിമീനാണ്. കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വടക്കംപുളി വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം. അതിനായിട്ട് ഞാൻ ഒരു 2-3 കഷ്ണം വടക്കംപുളി എടുത്തിട്ടുണ്ട്. ഈ വടക്കംപുളി പിന്നീട് കറി വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ വടക്കംപുളി മീനകത്തിട്ട് നന്നായി ഒന്ന് കഴുകാം. ഇത് ഏറ്റവും കൂടുതൽ മീനിൻ്റെ ഉളുമ്പ് പോകാനും മീൻ ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് ആകാനും നല്ലതായിരിക്കും. അപ്പോൾ ഇത് കഴുകി, പുളി ഇതിനകത്ത് ഇടരുത്. കഴുകിയതിന് ശേഷം പുളി മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കുറേ പുളി അങ്ങ് ഈ വെള്ളത്തിനകത്ത് തന്നെ ഇറങ്ങിപ്പോകും. കറിയിലിടുമ്പം പുളി കുറവായിരിക്കും. മീൻ പുളിവെള്ളത്തിൽ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. കറിക്കുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി ജലാംശം മാറിയതിന് ശേഷം എണ്ണ ഒഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, വടക്കംപുളി, തക്കാളി, ഇത്രയും സാധനമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ ചട്ടിയിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മുഴുവൻ ഉലുവയുണ്ട്, പൊടിക്കാത്ത ഉലുവ. അത് വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഒരുപാടിട്ടാൽ കയ്പ്പ് വരും. അപ്പം കുറച്ചിടുക. അത് ചുവന്ന് വരുമ്പോഴത്തേക്ക് കടുക് നമ്മളിടുക. കടുക് നന്നായിട്ട് പൊട്ടണം. അപ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചാൽ മതി. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഇടുക. അത് ഇട്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള തക്കാളി, പച്ചമുളക്, വടക്കംപുളി ഞാൻ ഒരുമിച്ചാണ് എല്ലാം ഇടുന്നത്. ചിലവരിത് ഓരോന്നോരോന്നിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ക്ഷമിച്ച് നിൽക്കാനുള്ള ഒരു മനക്കരുത്തില്ല. അതുകൊണ്ട് എല്ലാം തട്ടി ഞാൻ ഒരുമിച്ചിടും. ഇത് നന്നായിട്ട് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് ഒരു അടപ്പ് വെച്ച് അടയ്ക്കും. അടച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് ചുമന്ന് അതിൻ്റെ ആ ഒരു മണമൊക്കെ മാറി ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വരും. ഒരുപാട് അങ്ങ് മൂപ്പിക്കരുത്. മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ നിൽക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇടാം. എനിക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് സ്പൈസി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് 2-3 സ്പൂൺ അധികം ഇടുന്നുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ, വളരെ ചെറിയ സ്പൂണാണ്. അപ്പം അത് നമ്മൾ ഇടുന്നുണ്ട്. അതിന് ശേഷം വരുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ആവശ്യത്തിനെടുക്കുക. എൻ്റെ ഒരു കണക്കാണ്. എനിക്ക് ഈ കണക്കൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ എടുത്തെടുത്ത് കാണിക്കുന്നത്. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഞാനൊരു 2 സ്പൂണും അതുപോലെ തന്നെ ഒരു ശകലം ഇച്ചിരി കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ട് മൂപ്പിക്കുക. മുളക് പൊടി ഇപ്പോഴേ ഇടരുത്. മല്ലിപ്പൊടി മൂക്കാൻ നമുക്ക് കുറച്ച് സമയം വേണം. അപ്പം ആ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇടാവുള്ളൂ. മുളക് പൊടി പെട്ടെന്ന് മൂത്ത് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. വളരെ തീ കുറച്ചിടുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് മൂപ്പിക്കരുത്, കരിഞ്ഞു പോകും. അപ്പം നമ്മൾ വളരെ തീ കുറച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി അത് ആ സ്പൂണിൻ്റെ കണക്ക് എനിക്കറിയില്ല. ഇവിടെ യൂസ് ചെയ്യുന്നൊരു സ്പൂണാണ്. അതിന് ഞാൻ മല്ലിപ്പൊടി കാട്ടി കുറച്ചും കൂടെ കൂടുതലെടുക്കും. എനിക്ക് അങ്ങനത്തെ കണക്കേ അറിയൂ കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മൂപ്പിച്ച് ചിലവർക്ക് ഇതിലും നന്നായിട്ട് മൂക്കണമായിരിക്കും. എൻ്റെ ആവശ്യത്തിന് ഇത്രയാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇതുപോലെ മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം. ചൂടുവെള്ളമല്ല, നമ്മുടെ സാധാരണ വെള്ളം ചേർത്താൽ മതി. അത് ചേർത്തിട്ട് ആദ്യം കുറച്ചൊഴിക്കുക. എന്നിട്ട് ആ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഈ അരപ്പ് നമ്മൾ ഉണ്ട കെട്ടിക്കിടക്കും. അതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കറക്റ്റിന് ഒരേ രീതിയിൽ ആക്കിയെടുക്കുക. അതുപോലെ ആവശ്യത്തിന് പിന്നീട് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഇതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനിടുക. നമ്മൾ പുളി ഇത്തിരി തോനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഉപ്പിട്ടത്. എനിക്ക് ഈ ടീസ്പൂൺ അറിയില്ല, നമ്മൾ കൈക്കണക്കാണ്. അപ്പം അതിനാവശ്യമുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിടാൻ പേടിയുള്ളവർ കുറച്ചിട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അടപ്പ് വെച്ച് അടയ്ക്കുക. എന്നിട്ട് ഇച്ചിരി ഹൈ ഫ്ലെയിമിലിടാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ തിളയ്ക്കുന്നതിനകത്തോട്ട് നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കിളിമീൻ അത് ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് അത് എല്ലാം ഈ കറിയിൽ മുങ്ങത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങ് ഇട്ടേക്കരുത്. സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി ആ കറിയിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിലൊന്ന് ആക്കുക. അതിന് ശേഷം അടപ്പ് വെച്ച് വീണ്ടും അടച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കും.
കറി വെന്ത് പാകമായി എന്നറിയുന്നത് നമ്മൾ ആ ചുറ്റും റെഡ് കളറിൽ എണ്ണ കിടക്കുന്നില്ലേ, തിളച്ച് കഴിയുമ്പോൾ അങ്ങനെ വരുമ്പോൾ കറി പാകമായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടി, വളരെ കുറച്ച് ചേർക്കാവുള്ളൂ. നമ്മൾ കറിക്ക് മുന്നേ മുഴുവൻ ഉലുവയാണ് ചേർത്തത്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഉലുവ പൊടിച്ചത് ചേർക്കുക. അപ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. കറിവേപ്പില ഉള്ളവർ കറിവേപ്പില അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. അപ്പം എന്താണ്ട് നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഇച്ചിരി മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഇച്ചിരി മോരും മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാനും അടിപൊളിയായിരിക്കും. അപ്പോൾ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.